ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഓർഡിനറി യു കെ മല്ലിൽ നിന്നുള്ള നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, ഇവിടെയൊക്കെ യു കെയിലൊക്കെ സമ്മറിൻ്റെ ടൈമാണ്. അപ്പം ഈ സമയത്ത് ഇവിടെ കാർ ബൂട്ട് സെയിൽ എന്ന് പറഞ്ഞൊരു പരിപാടി നടക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ കേട്ട് കാണും, ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളോ അല്ലെങ്കിൽ പഴയ സാധനങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ചിലപ്പോൾ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാതെ കുറേ നാൾ ഇരുന്ന് പോയ സാധനങ്ങൾ, ഇതൊക്കെ പല ആൾക്കാരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് വിൽക്കാനുള്ളൊരു വേദി ഒരുക്കുകയാണ് ചെയ്യുക. അത് ഏതെങ്കിലും ഒരു വലിയൊരു ഗ്രൗണ്ടിൽ കുറച്ച് ആൾക്കാരൊരു കൂട്ടായ്മ അല്ലെങ്കിൽ ചെറിയ ചെറിയ സംഘടനകളിലൊക്കെ ഒരു കൂട്ടായ്മയിൽ അവർ ഓർഗനൈസ് ചെയ്യുന്നതാണത്. അത് മിക്കവാറും സൺഡേകളിലായിരിക്കും ഉണ്ടാവുക. അത് എല്ലാ വീക്കിലും സൺഡേയിൽ. അത് കാലത്ത് ചിലപ്പോൾ ഒരു 6 മണി മുതൽ വൈകിട്ട് ചിലത് ഒരു 2 മണി വരെ ഉള്ളതൊക്കെ ഉണ്ട്, ചിലപ്പം ഒരു 12 മണി വരെയൊക്കെ. കാരണം അപ്പോഴേക്കൊക്കെ ആകുമ്പോഴേക്കും ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ തീരും ഇതിൻ്റെ. അങ്ങനെയാണ് അതിനൊരു രീതി. കാലത്തൊക്കെ നേരത്തെ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് നല്ല നല്ല സാധനങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടും. ഇതെല്ലാം പഴയതായിക്കൊള്ളുന്നില്ല കേട്ടോ, പല സാധനങ്ങളും പുതിയതുണ്ടാവും. ഇതിനകത്ത് വന്നിട്ട് ചിലപ്പം ഇവിടുത്തെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലായ പോലെ തന്നെ ഇച്ചിരി കൂടി കൂടുതലാണ് ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി. അപ്പോൾ അതൊരു ചിലപ്പോൾ 100+ ഒക്കെ ഉള്ള ആൾക്കാരുകൾ ഒക്കെ ഇഷ്ടം പോലെ കാണാം അവിടെ. 90+, 80+ ഉള്ള ആൾക്കാരൊക്കെ വണ്ടി ഓടിച്ച് പോകുന്നവരെ കാണാം നമുക്ക്. അപ്പം ഇത്തരം ആൾക്കാരൊക്കെ മരണപ്പെട്ടതിന് ശേഷം അവരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടന്ന വീടുകളിലെ സാധനങ്ങളൊക്കെ ആയിട്ട് ഫാമിലികൾ വന്ന് ഇതേപോലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവച്ച് അതിന് ചെറിയൊരു നമ്മൾ പറയില്ലേ തറവാടകയെന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു തറവാടകയുണ്ട് ആ സ്ഥലത്തിന്. അപ്പം അത് എന്താ പറയുക, ഒരു 10-15 മൈൽ ചുറ്റളവിനകത്ത് ഒരെണ്ണെങ്കിലും ഉണ്ടാവുന്ന രീതിയിൽ മിക്കവാറും സ്ഥലങ്ങളൊക്കെ കാണും ഇത്തരം കാര്യങ്ങൾ. അപ്പം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു അതായത് എല്ലാ വീക്കിലും സൺഡേകളിലായിരിക്കും അത് ഉണ്ടാവുക. അതൊരു ഏപ്രിൽ എൻഡോടുകൂടി തുടങ്ങി അല്ലെങ്കിൽ മെയ് തുടക്കത്തിൽ തുടങ്ങി ഒരു ഓഗസ്റ്റ് വരെയൊക്കെ കാണും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നല്ല നല്ല സാധനങ്ങൾ കൊണ്ട് എന്താ പറയുക വാങ്ങിക്കാനും, പലതും നമ്മുടെ ഈ എന്താ പറയുക വീടുകളിലൊക്കെ കുന്നുകൂടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കാനും കൂടിയിട്ടുള്ളൊരു അവസരമാണത്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ ചെറിയൊരു തറവാടക ഉണ്ടാവും, ഒരു 10 പൗണ്ടോ മറ്റോ ഉണ്ടാവും അതിനകത്ത് മിക്കവാറും സ്ഥലങ്ങളിൽ. പിന്നെ നമുക്ക് ചിലയിടത്ത് എൻട്രി ഫീ ഉണ്ട് അങ്ങോട്ട് പോകുന്നതിന്. വലിയ പാർക്കിംഗ് ഗ്രൗണ്ടും ഒക്കെ കൊടുത്തിട്ടാണ് അതിൻ്റെ ഒരു സന്നാഹം അവർ ഒരുക്കിയിട്ടുള്ളത്. അപ്പം ചിലയിടത്ത് ഫ്രീ ആയിരിക്കും ചെയ്യും. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് പല ആൾക്കാർക്കും പല സമയത്തും നല്ല നല്ല സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ വീട് വാങ്ങിച്ച സമയത്ത് ആൾക്കാർ ഇപ്പോൾ ചിലപ്പോൾ കളിയാക്കുമായിരിക്കും, പല ആൾക്കാർ കളിയാക്കും. എന്നാലും കളിയാക്കുന്ന ആൾക്കാർ ചുളുവിൽ പോയി സാധനങ്ങൾ മേടിക്കുകയും ചെയ്യും. നമ്മൾ പ്രതീക്ഷിക്കാത്ത നല്ല സാധനങ്ങളൊക്കെ ചിലപ്പോൾ ചെറിയ വിലയ്ക്ക് കിട്ടും. നമ്മൾ എന്തിനാണ് വലിയ കാശൊക്കെ കൊടുത്ത് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്? നല്ല സാധനങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളപ്പോൾ, മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരു പാർട്ടി ഇതേപോലെ തന്നെ ഒരു 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 അമ്മാമ്മ മരിച്ചതിന് ശേഷം അവരുടെ വീട്ടിൽ കുറേ സാധനങ്ങൾ കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു 3-4 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അവരുടെ വീട്ടിലെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് വിൽക്കാനായിട്ട് വന്നു. അത് സോളിഹൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുള്ളൊരു വലിയ കാർബോർഡ് സെയിലാണ്. ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നൊരു സ്ഥലമാണ്. അവിടേക്ക് കൊണ്ടുവന്നതിന് സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. അപ്പോൾ അവിടേക്ക് ഈ പറഞ്ഞ പോലെ ഈ അമ്മാമ്മ മരിച്ചതിന് ശേഷം അവരുടെ വീട്ടിലെ സാധനങ്ങൾ, കാരണം പല ഇവിടെ വയസ്സായ ആൾക്കാരൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സിസ്റ്റമാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവിടെയൊക്കെ കണ്ടമാനം സാധനങ്ങളുണ്ടാവും അവരുടെ കയ്യിലൊക്കെ. പല ആൾക്കാരും വർഷങ്ങളായിട്ട് ജീവിക്കുന്ന വീടുകളൊക്കെ ആയിരിക്കും. ഈ ബംഗ്ലാന്നൊക്കെ പറയുന്നത് ഒറ്റ ഫ്ലോറിലുള്ള വലിയ വലിയ വീടുകൾ. അത്തരം വീടുകളിലൊക്കെ കാശുകാരായിട്ടുള്ള അമ്മാവന്മാർ താമസിക്കുന്ന വീടുകളിലൊരു സ്ഥിതി ഞാൻ പറഞ്ഞു കേട്ടോ. അല്ലാത്ത ആൾക്കാരും ഉണ്ട്. ഇവർ സാധാരണ വയസ്സായി കഴിയുമ്പോൾ ഡൗൺ സൈസ് ചെയ്ത് ഫ്ലാറ്റുകളിലോട്ട് മാറുന്ന ആൾക്കാരുണ്ട്, ഹോമുകളിലോട്ട് മാറും. തീരെ വയ്യാണ്ടായി കഴിഞ്ഞാൽ ചില ആൾക്കാർ വീടുകളിൽ അപൂർവമായിട്ട് നിൽക്കും ഒരു പറ്റുന്നവരെയൊക്കെ. അപ്പോൾ അങ്ങനെ ഉള്ളൊരു അമ്മാമയായിരുന്നു. അപ്പോൾ അവർ എന്താ പറയുക, അധികം നാൾ കിടന്നില്ല, രോഗമായി കുറച്ച് നാളെയുമ്പോഴേക്കും മരിക്കുകയും ചെയ്തു. അപ്പോൾ ആ വീട്ടിൽ തന്നെയായിരുന്നു അവരുടെ അധിക കാലം അവർ ജീവിച്ചിരുന്നത്. വലിയ ഫാമിലിയാണ്, റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ്. അപ്പോൾ അവിടുന്ന് അവർ മരിച്ചതിന് ശേഷം അവരുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം ഒഴിവാക്കി അങ്ങനെ അവിടുത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് മക്കളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഒരു കാർബോർഡ് സെയിലിൽ അവർ വിൽക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മലയാളികളും പഞ്ചാബികളും പല ആൾക്കാരും പാകിസ്ഥാനികളും എല്ലാവരും ഇംഗ്ലീഷുകാരും ഇഷ്ടംപോലെ ഇംഗ്ലീഷുകാർ പോയി സാധനം മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ
ഒരു പഞ്ചാബി ഫാമിലി പോയി പല സാധനങ്ങളും വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവരൊരു നല്ലൊരു സോഫ കണ്ടു. അവർ കൊണ്ടുവന്ന് അവിടെ ഇട്ടിരിക്കുന്നൊരു സോഫ കണ്ടു. അപ്പോൾ അങ്ങനെ ആ സോഫ അവർക്ക് ഇഷ്ടപ്പെട്ടു, അവരത് വാങ്ങിച്ചു. അപ്പോൾ ഈ സോഫ വളരെ നല്ലൊരു സോഫയായിരുന്നു. നല്ല ഡിസൈനൊക്കെ ആയിട്ടുള്ള ഒരു പഴയ മോഡലാണെന്നുള്ളൂ, എങ്കിലും അത്യാവശ്യം വൃത്തിക്കൊക്കെ ഉള്ള ഒരു സോഫയാണ്. അങ്ങനെ ഒരുപാട് ഉപയോഗിച്ച് മോശമായിട്ടില്ല. അപ്പോൾ അവരൊരു വില പറഞ്ഞു. എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്തൊരു 3-4 കൊല്ലം മുമ്പ് പറഞ്ഞു കേട്ടുള്ള ഒരു അറിവാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പറയില്ലേ ഫോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ FOLKS, നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥയാണ്. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഇംഗ്ലീഷുകാരായിട്ടുള്ള ആൾക്കാരുകളുണ്ട് ഇവിടെയൊക്കെ. നമ്മൾ ഇത്ര കാലമായില്ലേ, അപ്പോൾ അവരുടെ ഇടയിൽ നിന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന ചില കഥകളിൽ പെട്ടൊരു കഥയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് അന്ന് കാലത്തൊരു 50 പൗണ്ടോ മറ്റോ ആണ് അതിനത് വാങ്ങിച്ചത് ആ സാധനം. ഒരു കുറച്ച് എന്താ പറയുക, ഒരു 3 സീറ്ററിൻ്റെയും ഒരു 2 സീറ്ററിൻ്റെയും കൂടിയിട്ടുള്ള ഒരു സോഫ സെറ്റ് അങ്ങനെ അവർ വാങ്ങിച്ചത്. അപ്പോൾ 50 പൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏകദേശം 5000 രൂപയോളം വരും. ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിക്കാന്നുണ്ടെങ്കിൽ അതിൽ മേലൊക്കെ നല്ല വില വരുന്ന സോഫ സെറ്റൊക്കെയാണ്. നല്ല വില വരും ഇവിടെ സോഫ സെറ്റൊക്കെ. ഞാൻ ഏകദേശം ഒരു പല വിലകളിലും ഉണ്ട്. നല്ല ഒരു ആവറേജ് ഒരു 60,000 രൂപ, നാട്ടിലത്തെ 70,000 രൂപ, 1,00,000 രൂപയ്ക്കൊക്കെ ഏകദേശം വരുന്ന സോഫ സെറ്റുകളാണ് കൂടുതലും, നല്ല ഇച്ചിരി ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊരു 50 പൗണ്ടിന് കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. 5000 രൂപയ്ക്ക് കിട്ടുക പറഞ്ഞാൽ വലിയ കാര്യമല്ല. അവരിതെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി നിൽക്കുക. കാരണം അത്തരം സാധനങ്ങൾ അവർക്ക് വീട്ടിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ പഞ്ചാബി ഫാമിലി അത് വാങ്ങിച്ചു, അവർ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, വീട്ടിൽ കൊണ്ടുപോയ കാര്യം അവിടെ നിൽക്കട്ടെ. അതിൻ്റെ ബാക്കിയുള്ള കഥകൾ, ഇതിൻ്റെ ഒരു വേറൊരു കുറച്ച് ഫാക്ട്സ് കൂടി പറയേണ്ടതുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം ആദ്യം. നിങ്ങൾക്കറിയാമെന്നറിയില്ല, ഇവിടെ പണ്ട് മുതലേ വേൾഡ് വാർ ഫസ്റ്റും സെക്കൻഡൊക്കെ നടക്കുന്ന സമയത്തും അതിന് മുമ്പും എനിക്ക് തോന്നുന്നത് ഇടയ്ക്കിടയ്ക്ക് പല ചെറിയ യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു സ്ഥലം തന്നെയായിരുന്നു ഇത് പണ്ടും. ഇവർ പോയി കോളനൈസ് ചെയ്യുന്നു, തൊട്ടടുത്തുള്ള രാജ്യങ്ങളായിട്ട് ഫൈറ്റ് നടക്കുന്നു. അപ്പം എപ്പോഴും ഒരു ഇങ്ങനെയുള്ള ഒരു ഫൈറ്റുകളും കാര്യങ്ങളൊക്കെ ഓൺഗോയിങ് ആണ്. അപ്പോൾ ഇവിടുത്തെ പല ആൾക്കാരും, പഴയ ആൾക്കാരൊക്കെ, ഒരുപാട് ആൾക്കാർ ആർമിയിലുള്ള ആൾക്കാരുകളുണ്ട്. ഇവർക്കൊക്കെ നിർബന്ധ സേവനം വേണ്ടിയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അൺസർട്ടനിറ്റി പല കാര്യങ്ങളിലും എപ്പോഴും ഉണ്ടായിരുന്നു ഇവിടെ. നാളെ നമ്മൾ ജീവിച്ചിരിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും മാറ്റി വയ്ക്കാൻ പറ്റുമോ, നമുക്ക് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥ നാളെ ഉണ്ടാവുമോ എന്ന്, അങ്ങനെ ഒരുപാട് അൺസർട്ടനിറ്റി കൂടെയൊക്കെയാണ് ഇവർ കടന്നു പോയത്. ഇവിടുത്തെ ഒരു ജീവിതത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓരോ രാജ്യങ്ങളിലും ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ. ഒരു പല രാജ്യങ്ങൾ പോയി കോളനൈസ് ചെയ്തെന്നുണ്ടെങ്കിലും ഇവിടെയും അങ്ങനെയുള്ളൊരു അസ്ഥിരമായിട്ടുള്ള സമയങ്ങളൊക്കെ ഇവിടെയും ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അന്ന് കാലത്തൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലികളിൽ ഏതെങ്കിലും രീതിയിൽ, ഇപ്പം വേൾഡ് വാർ സെക്കൻഡിനൊക്കെ മുമ്പെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലും ഇവർ വന്ന് നിൽക്കുന്ന സമയങ്ങളും പല ജോലികൾക്കായിട്ട് ഇവർ നാട്ടിലേക്ക് വരുന്ന ആൾക്കാരുകളുണ്ടായിരുന്നു. അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവിടെ പല ഫോഴ്സുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതിനകത്ത് പെട്ട ഒരാളായിരുന്നു ഞാൻ ഈ പറഞ്ഞു വന്ന അമ്മാമ്മയുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ കുറേ നാൾ ഇന്ത്യയിലൊക്കെ ആയിരുന്നു ആ കാലഘട്ടങ്ങളിൽ, അയാളുടെ ചെറുപ്പകാലത്ത്. അങ്ങനെ അവിടെ പല എന്താ പറയുക ബിസിനസ്സും പുള്ളി ചെയ്തു. ഗോൾഡിൻ്റെയും ഡയമണ്ട്സിൻ്റെ ഇതിൻ്റെയൊക്കെ ബിസിനസ് പുള്ളി ചെയ്തായിരുന്നു. അതിനുവേണ്ടി വരവും പോക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവരൊരു കാര്യം ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇയാളുടെ കയ്യിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വലിയ കളക്ഷൻ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഇവിടുത്തെ സൊസൈറ്റിയുടെ ഒരു സ്ഥിതി അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ അൺസർട്ടനിറ്റി ഉള്ളതിൻ്റെ പേരിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരുകൾ, അതിന് മുമ്പുള്ള ആൾക്കാരും ചെയ്തിട്ടുണ്ട്, എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് നാളെ എന്ത് സംഭവിക്കുന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവർക്ക് വലിയ ധാരണയില്ല. അപ്പോൾ ഇവരെ മക്കളൊന്നും എന്താ പറയുക ഒന്നുമില്ലാതെ ആയി പോരുതെന്നുള്ള കണക്കൂട്ടലിൽ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഫാമിലികളൊക്കെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നീക്കിരിപ്പ് എവിടെയെങ്കിലുമൊക്കെ മാറ്റി വയ്ക്കും. അത് ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ എങ്ങനെ വേണമെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകാം. ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ ഏരിയ ചിലപ്പോൾ അങ്ങനെ തന്നെ വാഷ് ഔട്ട് ആവാം. മനസ്സിലായോ? വേറെ ആൾക്കാർ വന്ന് ഫൈറ്റ് ചെയ്ത് അങ്ങനെ ഇവർ തോറ്റു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെ ആരെങ്കിലുമൊക്കെ ലൂട്ട് ചെയ്ത് കൊണ്ടുപോവാം. അപ്പോൾ ഇവർ പല സ്ഥലങ്ങളിൽ ഇത്തരം സാധനങ്ങൾ കൊണ്ട് ഹൈഡ് ചെയ്ത് വയ്ക്കുമായിരുന്നു, ഇങ്ങനെയുള്ള ട്രഷറുകൾ, അതായത് ഇവരുടെ കളക്ഷൻസ്. ഞാനീ പറഞ്ഞപ്പോൾ ഡയമണ്ട്സോ അല്ലെങ്കിൽ കോയിൻസോ അല്ലെങ്കിൽ എന്ത് വിലപിടിപ്പുള്ള സാധനങ്ങളായിക്കോട്ടെ, നമ്മുടെ നാട്ടിൽ നിന്ന് അടിച്ചു പോകുന്ന സാധനങ്ങളും കാണുമായിരിക്കും കേട്ടോ അതിനകത്ത്, അതും കൂടി പറയണല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഒരു പല സ്ഥലങ്ങളിലും പല ഫാമിലികളിലും ഇത്തരത്തിലുള്ള ഹിസ്റ്ററികൾ ഉണ്ടായിരുന്നാണ് പറയുന്നത്.
ആം, ഇത്തരം സാധനങ്ങൾ അവർ പല സ്ഥലങ്ങളിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് ചിലപ്പോൾ കുഴിച്ചിടുമായിരുന്നു, പലതും പല വോളിൻ്റെ ഉള്ളിൽ അവർ സീൽ ചെയ്ത് വെക്കുമായിരുന്നു. ഈവൻ രാജകുടുംബങ്ങളിൽ വരെ ഇത്തരം സാധനങ്ങൾ അവർ ഇപ്പം ഡയമണ്ട്സോ അല്ലെങ്കിൽ ഗോൾഡ് ഇത്തരം സാധനങ്ങൾ ചെറിയ തകരപ്പാട്ടകൾ പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് പല ആൾക്കാർ കാണാത്ത രീതിയിലൊക്കെ കുഴിച്ചിടുമായിരുന്നു. പിന്നീട് എന്തെങ്കിലും അതിനൊരു എന്താ പറയുക, ഫാമിലി ലോർ എന്നാണ് അതിന് പറയുന്നത്. അതായത് എന്തെങ്കിലും അതിൻ്റെ ഒരു കോഡ് ഭാഷയോ കാര്യങ്ങളോ ഇവർ ഫാമിലികൾ തമ്മിൽ പറഞ്ഞ് എവിടെയാണിതെന്നുള്ളൊരു ഏകദേശം ആൾക്കാർക്ക് ഒരു രൂപം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഫാമിലിയിൽ അത് പറയുകയും ചെയ്യുമായിരുന്നു. അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം എടുക്കുന്ന ഒരു രീതിയിൽ, മനസ്സിലായോ? അപ്പോൾ അത് പുറത്തുള്ള ആൾക്കാർക്കും അറിയില്ല ഇത് എവിടെ കുഴിച്ചിട്ട് എന്താണെന്നുള്ളത്, എവിടെയാണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് അഥവാ വല്ല യുദ്ധമൊക്കെ ഉണ്ടായി എന്തെങ്കിലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ സാധനം സേഫ് ആയിരിക്കും. പിന്നീട് എപ്പോഴെങ്കിലും വന്ന് അവർക്ക് എടുക്കുകയോ എന്തെങ്കിലും ചെയ്യേ, ആൾ തട്ടിപ്പോയോ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. എന്നാലും വേറെ ആരും കൊണ്ടുപോകാതെ, നമ്മൾ പറയില്ലേ അന്യാധീനപ്പെടാതെ ഇരിക്കുമല്ലോ ഈ സാധനം, അത്തരത്തിലുള്ളൊരു സാഹചര്യം ഇവർ ചെയ്തു വയ്ക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞു വന്ന ഈ സോഫ സെറ്റിയുടെ കാര്യം പറഞ്ഞു വന്നില്ലേ, അവിടുത്തെ ആ അമ്മാമ്മയുടെ ഹസ്ബൻഡ് ഇതേപോലെ കുറച്ച് സാധനങ്ങൾ ഈ സോഫയ്ക്കകത്ത് ഇവർ ഒളിച്ചു വെച്ചിരുന്നു. ആ സോഫയാണ് നമ്മൾ ഈ പറഞ്ഞ പഞ്ചാബി വാങ്ങിച്ചിട്ട് കൊണ്ടുപോയത്. അയാളത് അറിയാണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയത്. അയാളത് കൊണ്ടുപോയി പഴയതുപോലെ ഉപയോഗിക്കുകയും ചെയ്തായിരുന്നു. അതായത് അയാളുടെ ആവശ്യങ്ങൾക്ക് കൊണ്ട് ഉപയോഗിച്ചായിരുന്നു. അയാൾക്ക് അറിയുമായിരുന്നില്ല ഇത്തരം ഇതൊരു സാധനമാണെന്നുള്ളത്. അയാൾ ഉപയോഗിച്ചു, മാസങ്ങൾ കഴിഞ്ഞു. അപ്പം അയാൾക്ക് ഈ സോഫ ഉപയോഗിക്കുമ്പോൾ പല സ്ഥലങ്ങളിലൊരു ബമ്പി ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ട്. അപ്പോൾ അയാൾ വിചാരിച്ചത് പഴയ സോഫയല്ലേ, എന്തായാലും അതിനകത്തൊരു അത് ഒബ്വിയസ്ലി അതുണ്ടാവും, അത്തരം ബമ്പി ആയിട്ടുള്ളൊരു സാധനങ്ങൾ അതിനകത്ത് ഉണ്ടാവും എന്ന പുള്ളി ആ ഒരു പ്രതീക്ഷയുണ്ട്. എങ്കിലും അത് ഒരു പുള്ളിനെ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്തൊക്കെ അസ്വസ്ഥതപ്പെടുത്തുമായിരുന്നത്. അങ്ങനെ ഇത് പുള്ളി പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു. തീരെ സഹിക്കാൻ പറ്റാതെ പുള്ളി ഒരു ദിവസം വിചാരിച്ചു ഇതെന്താണെന്നുള്ളത് നോക്കണം. അത് വല്ലാത്തൊരു അസ്വസ്ഥതയാണ് പുള്ളിക്ക്. അപ്പോൾ അത് എന്തെങ്കിലും റിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കണക്കൂട്ടലിൽ പുള്ളി അത് കിടന്ന് സോഫയുടെ അടിഭാഗത്തോടെ പുള്ളി കയ്യൊക്കെ ഇട്ട് എന്താണെന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടി പുള്ളി ഇത് ചെറുതായിട്ടൊന്ന് സൈഡിൽ നിന്ന് ഒന്ന് പൊളിച്ച് ഒന്ന് നോക്കി, അടി കൂടെ സോഫയുടെ. പിന്നത്തെ കാര്യം ഞാൻ പറയണ്ടല്ലോ, he couldn't believe his eyes. അതായത് ഒരു ലെതറിൻ്റെ ഒരു ചെറിയൊരു പെട്ടി, അതിനകത്ത് എങ്ങനെയോ തിരികെ കയറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ മോൾ ഭാഗത്തുള്ള ഒരു ഉണ്ട പോലത്തെ ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മുകളിലത്തെ സ്പോഞ്ചൊക്കെ അങ്ങോട്ടൊക്കെ പോയതിന് ശേഷം ഇതിങ്ങനെ മുഴച്ച് നിൽക്കുമായിരുന്നു. അതിൻ്റെയാണ് പുള്ളി ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു അസ്വസ്ഥത പുള്ളിക്ക് തോന്നിയായിരുന്നത്. അങ്ങനെ പുള്ളി അതൊരു തുറന്നു നോക്കിയപ്പോൾ, ഭാഗ്യം വരുന്നവരെ വഴികളെ തുറന്നു നോക്കിയപ്പോൾ പഴയ കാലത്തുള്ള കുറേ കോയിൻസുകളും കാര്യങ്ങളും കൂട്ടത്തിൽ ലക്കിലി ഹി ഗോട്ട് ഫ്യൂ ഡയമണ്ട്സ് ആൻഡ് സം ഗോൾഡ് ആസ് വെൽ. മനസ്സിലായോ? അപ്പോൾ അത് അയാൾ പിന്നീടുള്ള കാലഘട്ടത്തിലേക്ക് ആരെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി, ഫാമിലിയുടെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി എടുത്ത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അയാൾ മരിക്കുന്നതിന് മുമ്പ്. അതായത് ഈ അമ്മാമ്മയുടെ ഹസ്ബൻഡ് മരിക്കുന്നതിന് മുമ്പ്. കാരണം അമ്മാമ്മ മരിക്കുന്നതിനൊക്കെ കുറേ വർഷങ്ങൾ മുമ്പ് തന്നെ അപ്പാവ് മരിച്ചു പോയായിരുന്നു. ഈ അമ്മാമ്മയ്ക്ക് ഒരു പക്ഷേ അറിയുമായിരുന്നുണ്ടാവും. പക്ഷേ ഇത് എന്താ പറയുക, അടുത്ത തലമുറയിലേക്ക് ചിലപ്പോൾ ഫാമിലികൾക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ചിലപ്പോൾ ഇവരുടെ ഓർമ്മകൾക്ക് എന്തെങ്കിലും വ്യത്യാസം വരികയോ, ഏതെങ്കിലും പല ആൾക്കാർക്ക് ഇവിടെ എനിക്ക് തോന്നുന്ന നാട്ടിലും ഇപ്പോൾ ഉണ്ടല്ലോ ഇത്തരം പലതും ഡയഗ്നോസ് ചെയ്യാതെ പോകുന്നതായിരിക്കുന്നു മാത്രം. എന്താ പറയുക, ഓർമ്മയ്ക്ക് കുറവ് വന്നിട്ട് അൽസൈമേഴ്സ് പോലത്തുള്ള അസുഖങ്ങൾ കാര്യങ്ങൾ ഒക്കെ വന്നിട്ട് ഇവർക്കിത് ഈ പറഞ്ഞ പോലെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. അവർ ചിലപ്പോൾ പല കാര്യങ്ങളും മറന്നു പോകും. ചില ആൾക്കാർക്ക് എന്താ പറയുക, പഴയ കാര്യങ്ങൾ മാത്രം ഓർമ്മയുണ്ടാവുള്ളൂ, പുതിയൊരു കാര്യം ഓർമ്മയുണ്ടാവില്ല. നേരെ തിരിച്ചും വരാം. അപ്പോൾ എങ്ങനെയോ ഈ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ മിസ്സായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇത് ഫാമിലി എങ്ങനെ എടുക്കുമായിരുന്നില്ലേ. അങ്ങനെ ഈ പറഞ്ഞ പഞ്ചാബിയുടെ ലക്ക് എന്ന് പറഞ്ഞാൽ മതിയല്ലോ, പുള്ളി അത് ഭംഗിയായിട്ട് കിട്ടിയെന്നാണ് പറയുന്നത്. അത് എങ്ങനെ ഇത് പുറത്തു വന്നെന്നുള്ളത് എനിക്ക് തോന്നുന്നു വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഒരുപാട് നാളുകൾക്ക് വർഷങ്ങളോളം ഇതിൻ്റെ ഈ ഒരു കഥയോ കാര്യങ്ങളോ ആർക്കും അറിയുമായിരുന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ എവിടെയെങ്കിലും വെച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാതെ വായന്ന് വീണ് പോകുമല്ലോ. അങ്ങനെയാണ് ഇത് പല ആൾക്കാരുടെ ഇടയിലും ഇങ്ങനെ വന്നു പോയത്. അപ്പോൾ ഒരു സംസാരത്തിൽ കൂടെയാണ് പല ആൾക്കാർക്ക് ഇത് മനസ്സിലായത് ഇങ്ങനൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടാവാമെന്ന്. കാരണം അതിനുശേഷം പഞ്ചാബിയുടെ ജീവിത രീതി ആകെ മാറി. പഞ്ചാബികൾ അല്ലെങ്കിൽ തന്നെ ഇവിടെ വലിയ ബിസിനസ്സുകാരും കാര്യങ്ങളൊക്കെയാണ്, അല്ലാത്ത ആൾക്കാരും ഉണ്ട്. എങ്കിലും ഈ പഞ്ചാബി ഒരു ആവറേജ് ഫാമിലി എന്നുള്ള പഞ്ചാബി ആയിരുന്നു. അതിനുശേഷം ഇയാൾ സോളികളിൽ അവിടെ മാറിപ്പോയി ഒരു നഴ്സിംഗ് ഹോം
ആലോചിക്കണം, മില്യൺസ് ഉണ്ട്, മനസ്സിലായോ? ഇപ്പം നേഴ്സിംഗ് ഹോം വാങ്ങിക്കുന്നു, ആ ബിസിനസ് ചെയ്യുന്നു, ആ നേഴ്സിംഗ് ഹോം ഒരെണ്ണാവുന്നു, രണ്ടെണ്ണാവുന്നു, മനസ്സിലായോ? നിപ്പിൽ അങ്ങനെയൊക്കെയാണ് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ വരുന്നത്. ഇയാൾക്ക് എന്താ എങ്ങനെ ചെയ്യാൻ കാരണം, അതുവരെ ഒരു വളരെ ഒരു ആവറേജ് ഫാമിലി ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് ജീവിതമാകെ മാറി മറിയുന്നു. എനിക്ക് പേര് പറയാൻ ഇപ്പോൾ നിർവാഹമല്ല, കാരണം ആ ഫാമിലി ഇപ്പോൾ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, ഇങ്ങനെ ഇവിടെ സംഭവിക്കുന്നുണ്ട്, ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങളൊക്കെ മുമ്പ് നോക്കാറുണ്ട് ഇത്ര സാധനങ്ങളൊക്കെ. നാളെ ആർക്കും വല്ല ഇതുപോലെ കിട്ടാം, ഒന്നും പറയാൻ പറ്റില്ല. പല ഈ ട്രഷേഴ്സും ഇപ്പോഴും എന്താ പറയുക, പല സ്ഥലങ്ങളിലും ഒളിഞ്ഞെടുക്കാന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ. അപ്പോൾ നാളെ ആർക്കും ഇതേപോലെയൊക്കെ കിട്ടട്ടെ, ആൾക്കാർ അങ്ങനെയും രക്ഷപ്പെടട്ടെ. പുതിയ പുതിയ കഥകളൊക്കെ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട്. അതിന് ഓർഡിനറി UK മല്ലു കേട്ടോ. അപ്പോൾ സീ ദൻ.